മാർക്കറ്റും പരിസരങ്ങളിലുള്ള ഏകദേശം കടകൾ പരിശോധിക്കുകയും ക്രമക്കേടുകൾ കണ്ട കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഓണം സ്പെഷ്യൽ സ്ക്വാഡ് വടകര നഗരത്തിൽ പരിശോധന നടത്തി. മത്സ്യ മാർക്കറ്റ്, ഹോട്ടലുകൾ, ബേക്കറികൾ, പച്ചക്കറി, പലചരക്ക്, ഇറച്ചിക്കടകൾ എന്നിവിടങ്ങളിലാണ് സ്ക്വാഡ് പരിശോധന നടന്നത്. വിലക്കയറ്റം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, മറിച്ചു വിൽപ്പന, ഭക്ഷ്യവസ്തുക്കളുടെ മായം, ഗ്യാസ് സിലിണ്ടറുകളുടെ ദുരുപയോഗം എന്നിവ തടയുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെ അളവ് തൂക്കം ഉറപ്പുവരുത്തുന്നതിനുമായാണ് പരിശോധന നടത്തിയത്. വടകര താലൂക്ക് സപ്ലൈ ഓഫീസർ ജയൻ എന്നിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ അമയ ഒബി, നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ സുരേന്ദ്രൻ കല്ലേരി, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആനന്ദദാസ്, വടകര എഎസ്ഐ സുരേഷ് കെ, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ രാജേഷ് സി പി, ബീന പി, ഹാരിഷ് ബാബു, സിദ്ദിഖ് കെ എന്നിവർ പങ്കെടുത്തു. ക്രമക്കേടുകൾ കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. തുടർ ദിവസങ്ങളിലും താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ കർശന പരിശോധനകൾ നടത്തുമെന്നും ക്രമക്കേടുകൾ കണ്ടെത്തുന്ന പക്ഷം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കുമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. 2026 ഓണം ആഘോഷത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ സപ്ലൈസറുടെ നിർദ്ദേശപ്രകാരമുള്ള ഓണം സ്ക്വാഡിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വടകര മാർക്കറ്റും പരിസരങ്ങളിലും പരിശോധന നടത്തിയത്. പരിശോധനയിൽ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ്, ലീഗൽ മെട്രോളജി, ഫുഡ് സേഫ്റ്റി, പോലീസ് എന്നിവരും പങ്കെടുത്തു. മാർക്കറ്റും പരിസരങ്ങളിലുള്ള ഏകദേശം കടകൾ പരിശോധിക്കുകയും ക്രമക്കേടുകൾ കണ്ട കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതലായി വിലയോര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക, ആവശ്യമായ ലൈസൻസുകൾ കടയിൽ സൂക്ഷിക്കാതിരിക്കുക, വൃത്തിഹീനമായ ചുറ്റുപാടുകളിൽ പ്രവർത്തിക്കുന്നവ എന്നിവയ്ക്കൊക്കെ ആണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇതേ തരത്തിലുള്ള ഓണം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നും പരിശോധനകൾ നടത്തുന്നതാണ്. ഇപ്പോൾ കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, പിന്നെ ആവശ്യമായ രേഖകൾ സൂക്ഷിക്കാതിരിക്കുക, വാങ്ങിച്ച ബില്ലുകൾ, സ്റ്റാമ്പിംഗ്, അതായത് തുലാസ് സ്റ്റാമ്പിംഗ് സർട്ടിഫിക്കറ്റ്, പിന്നെ പ്രവർത്തിപ്പിക്കാനുള്ള മുനിസിപ്പൽ അല്ലെ പഞ്ചായത്ത് ലൈസൻസുകൾ, പിന്നെ ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ്, പിന്നെ ഹെൽത്ത് കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടയിൽ നിശ്ചിതമായി സൂക്ഷിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ആണ് ഈ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പരിശോധിച്ച ഒരുമാതിരി എല്ലാ കടകളിലും ഏകദേശം ഒരു വില നിലവാരത്തിലാണ് വടകരയായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ പൊതുവിപണിയിൽ ഇപ്പം ഭക്ഷ്യധാന്യങ്ങൾക്ക് പൊന്നിയരിക്ക്, പഞ്ചസാരക്കുമാണ് ലേശൊരു വില കൂടുതലായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ബില്ല് പരിശോധിച്ചതിൽ നിന്നും ചെറിയ മാർജിൻ ഈടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഓണക്കാലത്ത് കൊടുക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേ വില തന്നെ ഇനിയും തുടർന്ന് ഹൈക്ക് ചെയ്യാതെ ഉയർത്താതെ തന്നെ വിൽക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ പൂക്കടകളിലും പരിശോധന നടത്തിയിട്ട് ആവശ്യമായ വിലവേര പട്ടിക വെക്കുവാൻ വേണ്ടിയിട്ടും ഓണക്കാലത്ത് ഇതിൻ്റെയൊക്കെ വില കൂടുതലായി ഈടാക്കാതെ ന്യായമായ വിലയ്ക്ക് വേണ്ടി വെക്കാനുള്ള നിർദ്ദേശം എല്ലാ വിപണി വ്യാപാരികൾ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും സൗഭാഗ്യ ലോട്ടറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ഓണസമ്മാനം, ഒന്നാം സമ്മാനം 30 കോടി. കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ വേറെയും. വിവിധ ജില്ലകളുടെ ഓണം ബമ്പർ ഞങ്ങളുടെ പ്രത്യേകത. കുറ്റ്യാടി, തലശ്ശേരി, പെരിങ്ങത്തൂർ, വടകര, മാഹിപ്പാലം, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിലായി 15 ശാഖകളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. നിങ്ങളുടെ ഭാഗ്യം കാത്തിരിക്കുന്നു. ടിക്കറ്റുകൾ ഞങ്ങളിൽ നിന്നും വാങ്ങൂ, ഞങ്ങളോടൊപ്പം വളരും.